സംസ്ഥാന പുരുഷ കമ്മീഷൻ ബില്ല് ഈ ആഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് രാഹുൽ ഈശ്വർ. സ്വകാര്യ ബില്ലായി എൽദോസ് കുന്നപ്പള്ളി MLA ആണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ലിന് സ്പീക്കറുടെയും നിയമവകുപ്പിന്റെയും അനുമതി ഉടൻ ലഭിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ബൈറ്റ്. ഈ പുരുഷ കമ്മീഷന്റെ ഒരു കരട്, ഇതിന്റെ വലിയ രൂപം അത് തൽക്കാലം ഇപ്പം വെളിയിൽ വിടാൻ അവസ്ഥയില്ലാത്തത് സ്പീക്കർക്ക് കൈമാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട എൽദോസ് MLA വളരെ മനോഹരമായി തന്നെ ഒരു ഡ്രാഫ്റ്റ് ആക്കി കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ 2025 ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കഴിഞ്ഞ ആഴ്ച ശ്രീ ഷംസീറിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്പീക്കർ കൊടുത്ത ലെറ്ററും നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ടുണ്ട്. ആ ലെറ്ററിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്, അവരുടെ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടാണ് പൂർണ്ണമായും തരാൻ കഴിയാത്തത്. പക്ഷേ അതിലെ പ്രധാന ഭാഗങ്ങൾ, പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷ കമ്മീഷൻ, യുവജന കമ്മീഷൻ മാതൃകയിൽ, വനിതാ കമ്മീഷൻ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ. ആ പുരുഷ കമ്മീഷന്റെ ആവശ്യകതയാണ് ഓരോ ദിവസവും വരുന്നത്. അതേസമയം കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ KR മീര നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ രാഹുൽ ഈശ്വർ പോലീസിൽ പരാതി നൽകി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. BNS 352, 353, 196, IT ആക്ട് 67 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയിരിക്കുന്നത്. മീരയുടെ പ്രസ്താവന കൊലപാതകത്തെ ന്യായീകരിക്കുന്നതാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. രാവിലെ തന്നെ KR മീര മാഡത്തിനെതിരെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പോലീസുമായി സംസാരിക്കുകയായിരുന്നു. അവർ പരാതി കിട്ടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SHOയ്ക്കാണ് പരാതി നൽകിയത്. ഞാൻ വരുന്ന വഴി അവരോട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരത്തിന്റെ ഒക്കെ കാരണമാണ് 10 മിനിറ്റ് താമസിച്ചത്. ശ്രീമതി KR മീരയുടെ ഹെയ്റ്റ് സ്പീച്ചിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കൊലപാതകത്തെ ന്യായീകരിക്കുന്ന അവരുടെ നിലപാടിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. 352, 353, 196 IT ആക്ട് സെക്ഷൻ 67 അടക്കം ഇൻവോക്ക് ചെയ്ത് എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. ജൂറിസ്ഡിക്ഷൻ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് എറണാകുളത്ത് കൊടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.